യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളുടെയും ഉള്ളിൽ ആഴമേറിയ ദൈവവിശ്വാസമുണ്ടാകണം. യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ദൈവപൈതന്റെ വിശ്വാസത്തെ ബൈബിൾ വെളിപ്പെടുത്തുന്നത് അതവനെ മറയ്ക്കുന്ന ഒരു പരിചയമായിട്ടാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പി. ധന്യനായ പൗലോസ്ലീഹ എഫെസോസിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുകയാണ്. ശത്രുവിന്റെ തീയമ്പുകൾ. സ്തോത്രം. സങ്കീർത്തന പുസ്തകത്തിൽ രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകൻ, ഇങ്ങനെ പലതരത്തിലുള്ള പൈശാചിക ആക്രമങ്ങളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുകയാണ് ശത്രുവിന്റെ തീയമ്പ് നിന്റെ ലൈഫിനെ തകർക്കത്തക്കവണ്ണം, നിന്റെ ജീവിതത്തെ ഒരു അഗ്നി കൊണ്ട് ചാമ്പലാക്കി കളയുന്നത് പോലെ നിന്റെ ജീവിതത്തെ ശൂന്യമാക്കി കളയത്തക്കവണ്ണം മനുഷ്യരും പിശാചും ഒന്നിച്ചഴിച്ചു വിടുന്ന ചില തീയമ്പുകൾ നിനക്ക് നേരെ പാഞ്ഞു വരികയാ. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ലൈഫിനെ തകർക്കത്തക്ക രീതിയിൽ ശത്രു അയച്ചുവിടുന്ന തീയമ്പുകൾ. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു വചനം എക്കാലവും ദൈവമക്കൾക്ക് ധൈര്യം തരുന്നതാണ്. ആ വചനം, നിനക്ക് വിരോധമായി വരുന്ന യാതൊരായുധവും ഫലിക്കയില്ല. സ്തോത്രം. ദൈവമക്കൾക്ക് വിരോധമായി ധാരാളം ആയുധങ്ങൾ വരാം. അവരുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സമൃദ്ധിക്കും അനുഗ്രഹത്തിനും അവരുടെ നിത്യതയിലേക്ക് അവരെത്തുവാൻ തടസ്സമായി അവരുടെ വിശ്വാസത്തെ തകർത്ത്, പ്രത്യാശയെ തകർത്ത്, ധൈര്യത്തെ തകർത്ത് അവരെ ഇല്ലായ്മപ്പെടുത്തത്തക്കവണ്ണം പല ശത്രുവിൻ്റെ അമ്പുകളും പാഞ്ഞു വരാം. എന്നാൽ ഇവിടെ പൗലോസ്ലീഹ വെളിപ്പെടുത്തുകയാണ്, നിന്റെ ലൈഫിനെ തകർക്കുവാൻ വരുന്ന ശത്രുവിൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുത്തിക്കളയത്തക്കവണ്ണം വിശ്വാസമെന്ന പരിച നമ്മൾ എടുത്തുകൊണ്ട് നിൽക്കാനാ പൗലോസ് ആവശ്യപ്പെടുന്നത്. യുദ്ധകളത്തിൽ നമ്മൾ പോകുമ്പോൾ യുദ്ധത്തിന് ഇറങ്ങുന്ന മനുഷ്യന്റെ കയ്യിൽ വലത് കയ്യിൽ ഒരു വാളും കൊടുക്കും, ഇടത് കയ്യിൽ ഒരു പരിചയും കൊടുക്കും. വാൾ എന്തിനാന്ന് ചോദിച്ചാൽ തൻ്റെ മുമ്പിൽ നിന്ന് ശത്രുവിനെ ഇല്ലായ്മപ്പെടുത്തുവാനാണ് ആ വാൾ ഉപയോഗിക്കുന്നത്. പരിച എന്തിനാന്ന് ചോദിച്ചാൽ തന്നെ ഇല്ലായ്മപ്പെടുത്തുവാൻ, തനിക്കെതിരെ ചലിക്കുന്ന വാളുകളെ തടുത്തു നിർത്തുവാനാണ് പരിച. ഇതുപോലെ പൗലോസ് പറയുകയാണ്, നമ്മുടെ അകത്തു പകർന്ന വിശ്വാസം ശത്രുവിന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കവണ്ണം കാരണമായി തീരും എന്ന് പൗലോസ് വെളിപ്പെടുത്തുകയാണ്. ആ വിശ്വാസം എന്ന പരിച നമുക്ക് മുറുകെ പിടിക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളിൽ പകർന്ന വലിയ ദൈവവിശ്വാസത്തിനായി സ്തോത്രം. വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് ശത്രുവിന്റെ തീയമ്പുകളെ കെടുത്തിക്കളഞ്ഞ് ഈ ദിവസങ്ങളിൽ കരുത്തുള്ളൊരു വിശ്വാസ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് ഗമിക്കാം. ഗോഡ് ബ്ലെസ് യു.